മൂവാറ്റുപുഴയിൽ പൂർണ്ണ ഫലപ്രഖ്യാപനം നാളെ. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ട്രീറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കൈക്കൂലി കേസ് അറസ്റ്റിലായ RTOയുടെയും ഒരു ഏജന്റിന്റെയും ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ കോടതി. രണ്ടാം പ്രതി സജേഷിന് കോടതി ജാമ്യം അനുവദിച്ചു. 2 പ്രതികൾ റിമാൻഡിൽ തുടരും. ഉപതെരഞ്ഞെടുപ്പ്. മൂവാറ്റുപുഴ നഗരസഭയിലും 2 പഞ്ചായത്തുകളിലും വോട്ടെടുപ്പ് പൂർണ്ണ ഫലപ്രഖ്യാപനം നാളെ രാവിലെ 10-ന്. അടിക്കടി ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണം. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് BJP മണ്ഡലം സമിതി. കുടിവെള്ള വിതരണത്തിലെ തടസ്സം നീക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഈസ്റ്റ് ജില്ലാ നേതൃസംഗമം നടത്തി. സംസ്ഥാന വക്താവ് KVS ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം പോസ്റ്റ് ഓഫീസ് നവീകരണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും വൻ അപകട ഭീഷണിയെന്ന് ഡീൻ കുര്യാക്കോസ് MP. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷികോത്സവം 2025 ഏപ്രിൽ 21-ന് തുടക്കം കുറിക്കും. എറണാകുളം ജില്ലാ കളക്ടർ സ്വാഗത സംഘം ചെയർമാനായ 151 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. EC മാർക്കറ്റിലാണ് കാർഷികോത്സവം. മാറാടിയിൽ ഗവേഷണ അധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല സംഘടിപ്പിച്ച് പതഞ്ജലി യോഗ ട്രെയിനിംഗ് സെന്റർ ആൻഡ് റിസർച്ച് സെന്റർ. ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ RTOയുടെയും ഒരു ഏജന്റിന്റെയും ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ കോടതി. വിജിലൻസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയ 2ാം പ്രതി സജേഷിന് കോടതി ജാമ്യം അനുവദിച്ചത്. മാർച്ച് 5 വരെ 2 പ്രതികൾ റിമാൻഡിൽ തുടരും. സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ മദ്യവും പണവും കൈക്കൂലിയായി വാങ്ങിയ കേസിൽ RTOയുടെയും ഏജന്റിന്റെയും ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ കോടതി. 2ാം പ്രതി മരട് മണിപ്പാട്ടുപറമ്പിൽ സജേഷിന് കോടതി ജാമ്യം അനുവദിച്ചു. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO എളമക്കര തൊട്ടിപ്പാറ TM ജെയ്സൺ, ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഏജന്റായ ചുള്ളിക്കൽ G രാമപടിയാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയത്. വെള്ളിയാഴ്ച മുതൽ 4 ദിവസത്തേക്കാണ് പ്രതികളെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ ബുധനാഴ്ച വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെ വ്യാഴാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച മൂവാറ്റുപുഴ കോടതി വിജിലൻസ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും തിങ്കളാഴ്ച വരെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അനുവദിക്കുകയുമായിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നു. വിജിലൻസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ 1ഉം 3ഉം പ്രതികളെ റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായ RTOയുടെ എളമക്കരയിലെ വീട്ടിൽ നിന്ന് 100 ലിറ്ററിലേറെ വരുന്ന വിദേശ മദ്യക്കുപ്പികളും 60,000-ലേറെ രൂപയും വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു. മാർച്ച് 5 വരെ 2 പ്രതികളും റിമാൻഡിൽ തുടരും. ഉപതെരഞ്ഞെടുപ്പ്. മൂവാറ്റുപുഴ നഗരസഭയിലും 2 പഞ്ചായത്തുകളിലും വോട്ടിംഗ് പൂർണ്ണം. നഗരസഭ 13-ാം വാർഡിൽ 82% പോളിംഗ് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡും പായ്പ്ര പഞ്ചായത്ത് 10-ാം വാർഡും പൈങ്ങോട്ടൂർ പഞ്ചായത്ത് 10-ാം വാർഡിലും ആണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. 1004 വോട്ടർമാരുള്ള 13-ാം വാർഡിൽ ഈസ്റ്റ് ഹൈസ്കൂളിലും 1438 വോട്ടർമാരുള്ള പായ്പ്ര പഞ്ചായത്ത് 10-ാം വാർഡിൽ നിരപ്പിലും 984 വോട്ടർമാരുള്ള പൈങ്ങോട്ടൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ പനങ്കര യങ്സ് സ്റ്റോഴ്സ് ക്ലബിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. ഫലപ്രഖ്യാപനം ചൊവ്വാഴ്ച രാവിലെ 10-ന്. അടിക്കടി ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP മണ്ഡല സമിതി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കുടിവെള്ള വിതരണത്തിലുള്ള തടസ്സം നീക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഉപരോധ സമരം മുൻ മണ്ഡലം അധ്യക്ഷൻ അരുൺ P. മോഹൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും അടിക്കടി ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP മണ്ഡല സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു.
മുൻ മണ്ഡലം അധ്യക്ഷൻ അരുൺ പി മോഹൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ പോലെയുള്ള ഈ സ്ഥലത്ത് അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ് പലപ്പോഴും നേരിടുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. അടിക്കടി നമ്മുടെ ടൗണിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് കുടിവെള്ള പൈപ്പ് പൊട്ടി നമ്മുടെ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ, അതും 4-5 ദിവസമൊക്കെ കണ്ടിന്യൂ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2019 മോദി സർക്കാർ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതി പ്രകാരം, ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ആ പദ്ധതി പോലും വേണ്ട രീതിയിൽ ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ SC മോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി KM സിനിൽ, മണ്ഡലം ഭാരവാഹികളായ B രമേശ്, CV ജോണി, രമേശ് പുളിക്കൻ, PU ഗോപാലകൃഷ്ണൻ, C സജികുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉപരോധ സമരത്തെ തുടർന്ന് നഗരസഭാ കൗൺസിലർ ബിന്ദു സുരേഷ്, മണ്ഡലം പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തുകയും സമയബന്ധിതമായി മൂവാറ്റുപുഴയിലെ പഴയ പൈപ്പുകൾ മാറ്റി കുടിവെള്ള വിതരണത്തിനുള്ള തടസ്സം നീക്കുന്നതിന് പുതിയ സംവിധാനം ഉടൻ ഉണ്ടാക്കുമെന്നും എത്രയും പെട്ടെന്ന് പുതിയ സംവിധാനത്തിന് വേണ്ടിയുള്ള കൊട്ടേഷൻ നൽകുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം നമുക്കറിയാലോ, കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാറ്റിൻകരയിൽ പുതിയ ഒരു ടാങ്ക് വയ്ക്കുകയും അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിലേക്ക് അമൃത് പദ്ധതിയുടെ ലൈൻ ഇട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ആ പൈപ്പുകൾ നമ്മൾ ഇവിടുന്ന് ഈ ടാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൈപ്പും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് പ്രഷർ കൂടുതലായിട്ടാണ് വെള്ളം ചെല്ലുന്നത്. ആ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പഴയ പൈപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ പൈപ്പുകൾ പൊട്ടുന്നു എന്നുള്ളതാണ് EXC പറയുന്നത്. ഇപ്പോൾ പുതിയൊരു പ്രപ്പോസൽ അമൃത് പദ്ധതിക്ക് കൊടുത്തിട്ടുണ്ട്. അത് വരുന്നതിൻ്റെ അനുസരിച്ച് പഴയ പൈപ്പുകളെല്ലാം മാറ്റി സുഗമമായ രീതിയിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാം എന്നുള്ളതാണ് EXC നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. അനൂപ് ശിവരാമൻ, V അജയ്കുമാർ, രമേശ് നാരായണൻ, BMS മേഖലാ പ്രസിഡന്റ് MV അജീഷ്, VS സുരേഷ്, CS ശ്രീനാഥ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അറ്റകുറ്റപ്പണികൾ നടത്താതെ ദുർബലം സ്ഥിതിയിലായ വാഴക്കുളം പോസ്റ്റ് ഓഫീസ് നവീകരണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. മഞ്ഞളൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വാഴക്കുളം ടൗണിലെ ഏക പോസ്റ്റ് ഓഫീസാണ് അറ്റകുറ്റപ്പണികൾ നടത്താതെ ദുർബലാവസ്ഥയിലായിട്ടുള്ളത്. 35 വർഷത്തിലേറെയായി കെട്ടിടത്തിൽ കാര്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലാത്തതിനാൽ പൊട്ടിപ്പൊളഞ്ഞ നിലയിലാണ്. ഭിത്തികളിലും വാർക്കയിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. സ്റ്റോർ റൂം ജനലുകൾ നശിച്ച നിലയിലാണ്. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP. ഭാരതീയ ജനതാ പാർട്ടി ഈസ്റ്റ് ജില്ലാ നേതൃസംഗമം നടത്തി. സംസ്ഥാന വക്താവ് KVS ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PP സജീവ് അധ്യക്ഷത വഹിച്ചു. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ന് സംസ്ഥാനത്ത് ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും അംഗൻവാടി ആശാ വർക്കർമാരോടും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയും ചർച്ചയായി. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷികോത്സവം 2025 ഏപ്രിൽ 21 തുടക്കം കുറിക്കും. എറണാകുളം ജില്ലാ കളക്ടർ സ്വാഗത സംഘം ചെയർമാനായ 151 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പിന്റെയും എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെയും DTPCയുടെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കുന്ന കാർഷിക വ്യാപാര വിപണന മേള മൂവാറ്റുപുഴ കാർഷികോത്സവ് 2025 സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി. EEC മാർക്കറ്റിൽ ഏപ്രിൽ 21 മുതൽ 30 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. എറണാകുളം ജില്ലാ കളക്ടർ സ്വാഗത സംഘം ചെയർമാനും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർക്കിംഗ് ചെയർമാനും മൂവാറ്റുപുഴ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഡയറക്ടർ സാനി ജോർജ് ജനറൽ കൺവീനറുമായി 151 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 2 ലക്ഷത്തിൽ പരം ആളുകൾ ടിക്കറ്റ് എടുത്ത് മാത്രം കയറിയ മേള.
നമുക്കറിയാം കുറച്ച് ഫ്രീ പാസ്സൊക്കെ അടക്കം 5000-ലധികം പേർ പാസ് ഇല്ലാതെ കയറി എന്നുള്ളതാണ് നമ്മുടെ ഫ്രീ പാസ് മാത്രം കൊടുത്തത് 5000 ഫ്രീ പാസ്സാണ് കൊടുത്തത്. അതുകൂടാതെ പാസ് ഇല്ലാതെ കയറിയവരുടെ എണ്ണം നമുക്കറിയില്ല. അപ്പൊ അത്രയേറെ ആളുകൾ കയറിയ ഒരു വലിയ മേളയുടെ എക്സ്പീരിയൻസിനും ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് 8 ദിവസം നടന്ന മേള ഇന്ന് 10 ദിവസം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഏപ്രിൽ 20 മുതൽ അല്ലെങ്കിൽ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നടത്തണമെന്നാണ് ഇപ്പം നമ്മൾ പ്രൈമറിലി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ തരത്തിലുള്ള ഒരു മേള വിജയിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ പ്രാഥമിക മീറ്റിംഗ് നമ്മളിവിടെ ഇന്ന് കൂടുന്നത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എൻ്റർടൈൻമെൻ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ പ്രത്യേകിച്ചും പരിഷ്കൃത സമൂഹങ്ങളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങൾ പരിശോധിച്ചാൽ ഹാപ്പിനെസ് പാർക്കുകൾക്ക് ജനങ്ങളുടെ ഹാപ്പി ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൂവാറ്റുപുഴ RDO അനി PN, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡാനി തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, കാർഷിക പ്രതിനിധികൾ, CDS ചെയർപേഴ്സൺമാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S രശ്മി, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ മാറാടിൽ ഗവേഷണ അധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണാധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല സംഘടിപ്പിച്ചു. മാറാടിയിലെ പൈതൃക് ഭവനിൽ സംഘടിപ്പിച്ച ശില്പശാല മുഖ്യ ഫെസിലിറ്റേറ്ററായ ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂറോ ഈസ്തറ്റിക്സിനെയും നാട്യശാസ്ത്രത്തിലെ ചലന സിദ്ധാന്തങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള അംഗവിഭാവനം, വിദ്യാഭ്യാസവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ ക്ലാസ് നയിച്ചു. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാട്ടിൽ ശരീരം സാധനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇപ്പോൾ 20-30 കൊല്ലം മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ ധനഞ്ജയേട്ടനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ ദമ്പതികളൊക്കെ അവർ വിളിക്കുന്ന ചില സെമിനാറുകൾക്ക് ഞാൻ 80കളിലൊക്കെ പോയിരുന്നപ്പോൾ ഇത് പറഞ്ഞിരുന്നപ്പോൾ വളരെ പത്മഭൂഷണം, ഇന്ന് പത്മവിഭൂഷണമൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് അനാവശ്യമായിട്ട് ശാസ്ത്രം ഇതിലേക്ക് കൊണ്ടുവരണ്ടെന്ന്. ഞാൻ ശാസ്ത്രം കൊണ്ടുവരില്ല, നാട്യശാസ്ത്രം ശാസ്ത്രമാണ് അല്ലേ. അതിൻ്റെ ശാസ്ത്രീയത ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും എൻ്റെ അല്ല. ശരീരശാസ്ത്രം കണ്ടുപിടിച്ചത് ഞാനല്ല, നാട്യശാസ്ത്രം കണ്ടുപിടിച്ചത് ഞാനല്ല. ഇത് രണ്ടും കൂടി ഏകോപിപ്പിച്ച് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഒരു അപകടം പറ്റിയപ്പോൾ എനിക്കത് മനസ്സിലായി ഇതിൽ എവിടെയൊക്കെയോ തകരാറുണ്ടെന്നുള്ളത്. പിന്നെ ചില നൃത്തശൈലികൾ കാലിങ്ങനെ വെച്ച് നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അരമണ്ഡലത്തിൽ ഇരിക്കാൻ പറയുന്നത്, ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടമാണ്. പണ്ട് ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പണ്ടത്തെ ജീവിതശൈലി അല്ല എന്ന്, പണ്ടത്തെ മനോഭാവമല്ല എന്ന്, പലതുമല്ല. ഇനി അത് മാത്രമല്ല, പണ്ട് എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്കൊന്നും നമുക്കില്ല. പലർക്കും മുട്ടിനും ഇടുപ്പിനും ഷോൾഡറിനും കഴുത്തിനും ഒക്കെ കേടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ പോലും അത് ശൈലിയാണെന്ന് പറയും. ശൈലിക്ക് വേണ്ടിയിട്ട് ശരീരത്തിനെ ത്യജിക്കുന്നതിനോട് യോജിക്കാൻ നിവൃത്തിയില്ല. ഭാരതീയ മനോവിജ്ഞാനവും ഭാരതീയ നാട്യശാസ്ത്ര പഠനങ്ങളും ആധുനിക സൈക്കോതെറാപ്പിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയുടെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മൂവ്മെന്റ് തെറാപ്പിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൽ ഡോക്ടർ മേഘ ജോബിയും ഏതൊരു വ്യക്തിക്കും ചലനത്തിലൂടെ എങ്ങനെ രോഗശാന്തി കണ്ടെത്താം എന്നത്, നൃത്തത്തിന്റെയും സൈക്കോതെറാപ്പിയുടെയും ചികിത്സാപരമായ വിജ്ഞാനം എന്ന വിഷയത്തിൽ ആലുവയിലെ രാജഗിരി ആശുപത്രി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വിദ്യ K തോമസും ക്ലാസ് നയിച്ചു. പൈതൃക് ഭവൻ അഡ്മിനിസ്ട്രേറ്റർ മോഹനൻ മേദല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീരേഖ, രവികുമാർ നാട്യാലയ, പൈതൃക് ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ മേഘ ജോബി, പൈതൃക ഭവൻ കാര്യാലയ പ്രമുഖ പ്രദീപ് കട്ടപ്പന എന്നിവർ പ്രസംഗിച്ചു. ദക്ഷിണ കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 1000 പരം ഇളനീര് കൊണ്ട് 2025 ഫെബ്രുവരി 20 മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു. പെരിങ്ങര
വാര്യത്ത് പരേതനായ അച്യുത വാര്യരുടെ ഭാര്യ സരസ്വതി വാര്യർ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 12-ന് വീട്ടുവളപ്പിൽ നടത്തി. മക്കൾ രാജീവ്, സുബേഷ്, പ്രഭ. മരുമക്കൾ ഡോക്ടർ രാമചന്ദ്ര വാര്യർ, ശ്രീരേഖ, ദീപ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.